ഒന്നുമല്ല എന്റെ അളിയോ കിടിലം കാറ്റ്. അയ്യോ അങ്ങനെ നിന്നുപോയ ബാക്ക് ബ്രേക്ക് ചവിട്ടി നിർത്തണം, അല്ലേ വീഴും. നീ ഫ്രണ്ട് അല്ലേ പിടിച്ചേ? ആ അതാ കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നാ പറഞ്ഞേ. ബാക്ക് ചവിട്ടണോടാ. എന്റെ അളിയാ സീന് കേട്ടോ. രായ അത് വേണ്ട. അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ട് കയറുവാണ്, എന്നെ ആകുമെന്ന് എനിക്കറിയത്തില്ല. ഇവന്മാരെവിടെയും പോയി വീഴുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ ഇവിടെയൊക്കെ നമ്മൾ കയറ്റുമ്പോൾ നോക്കി കയറ്റിയില്ല നമ്മുടെ വണ്ടിയുടെ അടി ഇടിക്കും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അവന്മാര് കയറിപ്പോയിട്ട് കയറിപ്പോ. കിടന്ന് കറക്കത്തേ ഉള്ളു കേട്ടോ. നമ്മുടെ വണ്ടി കയറി പോവല. നമ്മുടെ വണ്ടി കിറ്റുള്ള കാരണം ഈ കാറ്റടിക്കുമ്പോ കേട്ടോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നുണ്ടോ? ഞാൻ അനക്കുന്നല്ലോ കേട്ടോ. നല്ല രീതിക്ക് കൊലയുന്നുണ്ട് വണ്ടി, കറങ്ങുക. അതിലെ കേറാൻ പറ്റും എടാ, കേറാൻ പറ്റും. പക്ഷെ എനിക്ക് ഈ ഫോൺ ഇങ്ങനെ ഇരിക്കുന്ന കാരണം നീ വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ കേട്ടിക്കൊണ്ട് വരാം. നമ്മുടെ വണ്ടിയുടെ ടയർ ഇല്ലാത്ത കാരണോ, കുറച്ച് ടയർ കുറവാണ്. അത് കാരണമാണ് വിഷയമായത്. ഇതുണ്ടില്ലേ നമ്മുടെ ഫ്രണ്ട് ടയർ കുറവാ. ബാക്കി രണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് നൈസായി. വാവ്, അയ്യോ നല്ല കാറ്റ് കേട്ടോ. കിടില് കാറ്റ്, അത്യാവശ്യം ഭയങ്കര കാറ്റാണ്. വ്യൂ കണ്ടോ? കിടിലെന്ന് പറഞ്ഞാ അങ്ങേറ്റം കിടിലം. താഴെ ഇറങ്ങിക്കഴിഞ്ഞ ഒരു തുള്ളി കാറ്റ് കാണത്തില്ല. ഇതിന്റെ ഈ രാംകൽമേട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊക്കയുടെ ഓപ്പോസിറ്റ് ആണ് കാറ്റടിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ചതുരംഗപ്പാറ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നിൽക്കുന്നതിന്റെ നേരെ എതിർവശത്തോട്ടാണ് കാറ്റടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ അറ്റത്തെ എഡ്ജത്തൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇങ്ങോട്ടാണ് കാറ്റടിക്കുന്നത്. അപ്പൊ ഇവിടെ ആള് നിൽപ്പുണ്ടെങ്കിൽ നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് ചിലപ്പോ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല കാറ്റുണ്ട്. നല്ല കാറ്റാണ്. ഞാനിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക്. വണ്ടി മാറ്റം വെച്ചിട്ട് വണ്ടി പറഞ്ഞു വീണു കേട്ടോ. ഇത് കണ്ടില്ലേ, വണ്ടി പറഞ്ഞു വീണു.
അവിടെ നമ്മള് വണ്ടി കാറ്റ് കാരണം ഇവിടെ കയറ്റിയിട്ട് കേട്ടോ, വണ്ടി മറിയുമായിരുന്നു. ഇപ്പൊ തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ കയറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വണ്ടി ആടുവാണ്. കാറ്റടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, വണ്ടി ആടുന്നുണ്ട്. എന്റെ അളിയ നല്ല കാറ്റാട്ടോ, ഒന്നുമല്ല. ഇതിന്റെ ഈ വശത്തോട്ട് വന്നു കഴിഞ്ഞാല് കാറ്റ് നല്ല രീതിക്ക് കുറയും. നമുക്ക് നോക്കാം. നേരത്തെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം കാറ്റ് കാരണം ഒന്നും കേൾക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ രാമക്കൽമേലൊക്കെ അടിക്കുന്ന ആ ഒരു അതേ കാറ്റാണ് കേട്ടോ. അവിടെ കാറ്റ് കൂടുതലെന്ന് പറയുന്നത് വെറുതെയാണ്. ഞാൻ പറയുന്ന പോലും എനിക്ക് തന്നെ കേൾക്കുന്നില്ല. നമ്മളിപ്പം ഒരു കല്ലിന്റെ താഴത്ത് കയറിയിരിക്കും കേട്ടോ. അവിടെ കയറി ഇരുന്നില്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചോണ്ട് പോകും. അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊരു താഴ്വര കേട്ടോ, നൈസാണ്. കിടിലം വ്യൂവും കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ കാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അത് കാരണം നമുക്ക് സംസാരിക്കാൻ എനിക്ക് സംസാരിച്ച് എൻ്റെ എനർജി മൊത്തം പോയി. ഒച്ചത്തിൽ സംസാരിച്ചാലേ കേൾക്കത്തുള്ളൂ. അപ്പോൾ അത് അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൂടി കേൾക്കാൻ പറ്റത്തില്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ആ ഒരു അവസ്ഥയാണ് കേട്ടോ മൊത്തത്തിൽ. അവിടുത്തെ കാറ്റിൻ്റെ ഇട്ടിട്ടേ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിതീവ്രമായിട്ടുള്ള കാറ്റാണ്. നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറത്തിക്കൊണ്ട് പോകും. അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ എഡിറ്റിങ്. നമ്മളിവിടെ വന്നു, കുറച്ച് കാര്യങ്ങൾ ഇനി കാണാം. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുക. കാരണം എനിക്ക് സംസാരിക്കാൻ വേറൊരു വഴിയില്ല. അപ്പം എന്തായാലും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ബഡീസ്. അടുത്തൊരു പുതിയ വിഷയം, പുതിയ വ്ലോഗുമായിട്ട് വരുന്നവരെ ബൈ ബൈ.